ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ രീതിയിൽ ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സ് എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സ് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു ഹെന്ന ഡിസൈനും നിങ്ങൾക്ക് നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സ് എപ്പോഴും ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഹെന്ന കോണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സർഫേസിൽ ഒന്ന് മുട്ടിച്ച് മെല്ലെ ഉയർത്തി ഡ്രാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ എൻഡ് ആവുമ്പോൾ വീണ്ടും സർഫേസിൽ മുട്ടിക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ലൈൻസ് നല്ല ക്ലിയർ ആയി കിട്ടും. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്പീഡും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഈവനായി കിട്ടുന്നത്. നമുക്ക് അതിലെന്തെങ്കിലും ചേഞ്ച്, നമ്മൾ കൊടുക്കുന്ന സ്പീഡ് ആൻഡ് പ്രഷറിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് ലൈൻസ് ബ്രേക്കായി പോകുന്നത്. ഇനി നമുക്ക് തിക്ക് ലൈൻ വരയ്ക്കാൻ ഇതുപോലെ ലൈൻസ് വരച്ച് അതിൻ്റെ ഇടയിലുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈവനായിട്ടുള്ളൊരു തിക്ക് ലൈൻ നമുക്ക് കിട്ടും. സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോട്ട്സ് ആണ്. ഡോട്ട്സ് നമുക്ക് നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഡോട്ട്സ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെന്ന കോൺ ഒരിക്കലും സർഫേസിൽ മുട്ടിക്കരുത്. ഒരു ഇത്തിരി മുകളിലോട്ട് പൊക്കി പിടിച്ചതിന് ശേഷം ജെൻറ്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള പേസ്റ്റ് നമ്മൾ ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു നീറ്റുള്ളൊരു ഡോട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ വരയ്ക്കുന്ന ഈ ഡോട്ട് ചെറിയൊരു ലൈനിൻ്റെ മുകളിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഡിസൈൻ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ പല സൈസിലുള്ള ഡോട്ട്സ് വരയ്ക്കുമ്പോഴും ഡിസൈൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇന്ത്യൻ ഡിസൈനിലും അറബിക് ഡിസൈനിലും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എലമെൻ്റാണ് ഈ ഡോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എലമെൻറ്റ് സേൾസ് ആണ്. സേൾസ് വരയ്ക്കുമ്പോൾ എപ്പോഴും വലിയൊരു സർക്കിൾ വരച്ചതിന് ശേഷം ആ സർക്കിളിൻ്റെ എൻഡ് ഭാഗം എത്തുമ്പോൾ സർക്കിൾ ഉള്ളിലോട്ട് കൊടുന്ന് ചെറുതാക്കി കൊടുന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. സേൾസ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വലിയ സേൾസ് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാവും നമ്മുടെ ഡിസൈൻ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കുക. സേൾസ് വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഡോട്ട് ലീവ്സ് വരച്ച് കൊടുത്താൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അറബിക് ഡിസൈനിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഇങ്ങനെ സോൾസ് വരച്ച് അതിൻ്റെ മേലെ ഡോട്ട് സ്ലീവ്സ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഹംസ് ആണ്. ഇന്ത്യൻ ഹെന്നയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് ഈ ഹംസ് എന്ന് പറയുന്നത്. ഹംസ് ഇങ്ങനെ ഒരേ ഹൈറ്റിൽ കിട്ടാനായിട്ട് നമ്മളൊരു ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാവും ബിഗിനേഴ്സിന് എപ്പോഴും നല്ലത്. ഇത് ഒരുപാട് തവണ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് വളരെ നീറ്റായിട്ടുള്ളൊരു ഹംസ് കിട്ടുക. ഇനിയിപ്പോൾ ഹംസിന് കൂടുതൽ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഹംസ് വരച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫ്രിൽസ് വരയ്ക്കാം. ഈ ഹംസിൻ്റെ തന്നെ കുറച്ച് വലിയൊരു വേർഷനാണ് ഫ്രിൽസ് എന്ന് പറയുന്നത്. ഫ്രിൽസ് വരച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് വൈൻസ് ആണ്. കുറേ പേർക്ക് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞൊരു എലമെൻറ്റും ഇത് തന്നെയാണ്. ഈ വൈൻസ് നമ്മൾ തമ്പിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വൈൻസ് കാണാൻ ഭംഗിയുണ്ടാവുക. ഫസ്റ്റ് നമ്മളൊരു തിന്നായിട്ട് ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം എത്തുമ്പോൾ തിക്കാക്കിയിട്ട് പിന്നെ അറ്റെത്തുന്ന സമയത്ത് നമ്മൾ അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സ് എപ്പോഴും ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ ഒരു വി ഷേപ്പ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു വി ഷേപ്പ് വരച്ച് അതിൽ സെൻറ്റർ ഭാഗത്ത് ഒരു പോയിൻ്റ് ഇട്ട ശേഷം നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ വൈൻ ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാൻ നമുക്ക് പറ്റും. ഇനി ഞാനിവിടെ വരച്ചിട്ടുള്ള ഈ 5 എലമെൻറ്റ്സ് വെച്ചിട്ട് ഒരു ചെറിയൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്, ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. നമുക്ക് ഈ ഒരു 5 എലമെൻറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈ ഫുള്ളായിട്ട് മെഹന്തി ഇട്ട് നമ്മുടെ കൈ നല്ല ഭംഗിയാക്കാൻ പറ്റും.
ഇവിടെ ഇപ്പം ഞാൻ കാണിക്കുന്നത് വലിയൊരു സോൾസ് വരച്ച് അതിൽ ഹംസ് കൊടുത്തതിന് ശേഷം ഒരു കേർവ് ലൈൻ വരച്ചിട്ട് അതിൽ നമ്മളെ വൈൻസ് വരച്ച് കൊടുക്കുകയാണ്. ആ കേർവ് ലൈനിൽ മൊത്തമായിട്ട് നമ്മളെ വൈൻസ് വരച്ച് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് വീണ്ടും അതിൻ്റെ സൈഡിലൂടെ ഒരു ലൈൻ കേർവ് ലൈൻ തന്നെ വരച്ചിട്ട് നമുക്ക് ഡോട്ട്സ് കൊടുത്ത് അതിനെ ഒന്നുകൂടി ഭംഗിയാക്കാം. ബിഗിനേഴ്സ് എപ്പോഴും ഈ 5 എലമെൻറ്റ്സ് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഡിസൈനിലോട്ട് കടക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഡിസൈന് വളരെ ഭംഗിയാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.